ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഒന്ന് നല്ലൊരു ഞായറാഴ്ചയാണ്. ജസ്റ്റ് ഒന്ന് ചുരം കയറി ഇറങ്ങാൻ വിചാരിച്ചായിരുന്നു. നാടുകാണി ആണ് ഇപ്പോൾ ഉള്ളത്. നാടുകാണി വ്യൂ പോയിന്റിലാണുള്ളത്. നമ്മൾ നേരെ നാടുകാണി പോകും. അവിടുന്ന് പിന്നെ നമ്മൾ പന്തല്ലൂർ വഴി കൽപ്പറ്റ അല്ലെങ്കിൽ വൈത്തിരി ആ സൈഡിലെത്തിയിട്ട് അവിടുന്ന് നേരെ നമ്മൾ വയനാട്ടിൽ നമ്മളെ അക്കിടി വ്യൂ പോയിന്റ് ത്രൂ ആണ് നമ്മൾ തിരിച്ച് ഇറങ്ങാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ പ്ലാൻ വരുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഇവിടെ ഈ റൂട്ടിലെ കുറച്ച് കാഴ്ചകളാണ്. ആക്ച്വലി ചൂടെന്ന് വെച്ചാൽ അപാര ചൂടാണ്. വരുന്നതൊക്കെ നല്ല പൊള്ളുന്ന ചൂടാണ്. സമയം ഇപ്പോൾ ഏകദേശം 1 മണി ആവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ഇത് ചുരം കയറിയിട്ട് വേണം നമുക്ക് ആ ഒരു റൂട്ടൊക്കെ ഒന്ന് കവർ ചെയ്ത് പോകാൻ. ചെറിയൊരു കാറ്റുണ്ട്, പക്ഷെ എന്നാലും ചൂട് കൂടുതലാണ്. അപ്പോൾ നമുക്ക് എല്ലാവരും അറിയാം, നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന ആ ഒരു സ്ഥലമാണ് ഇപ്പോൾ ഉള്ളത്. ഇതിലെ നല്ലൊരു സ്ഥലം നമുക്ക് വേറെ കിട്ടാനില്ല. അപ്പോൾ എന്നാൽ നമുക്ക് ഈ വീഡിയോയിൽ നമ്മൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം. സോ എല്ലാവർക്കും ഓട്ടോ പ്രേമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നാടുകാണി ചുരം കയറണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും നമുക്ക് ഈ ഒരു കനോലി പ്ലോട്ടിലൂടെ മാത്രമേ പോരാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു കനോലി പ്ലോട്ടിൻ്റെ വീഡിയോ നമുക്കതിൽ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഏറ്റവും വലിയ മോശമാണ്. ഇതിലൂടെ വരുമ്പോൾ ഏതൊരാളും ഒന്ന് നിന്ന് കുറച്ച് നേരം നോക്കി നിൽക്കുന്നൊരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ ഒരു കനോലി പ്ലോട്ട് എന്ന് പറയുന്നത്. കാരണം രണ്ട് സൈഡിലും നല്ല മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു ഏരിയ ആണ്. അതിൻ്റെ ഒരു തണുപ്പും ആ ഒരു നേരത്തുണ്ട്. പിന്നെ ചെറിയൊരു മഴ ചെയ്തുകൊണ്ടാണ് തോന്നുന്നു വലിയ പച്ചപ്പൊക്കെ ഉള്ളൊരു ടൈമാണ്. നമ്മുടെ നാടുകാണി ചുരംപാത കയറി ആക്ച്വലി ഒരുപാട് ആനകളൊക്കെ ഇറങ്ങുന്ന സ്ഥലത്തൂടെയാണ് ഇപ്പോൾ നമ്മളെ യാത്രകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഫുള്ള് മുളങ്കാടുകളാണ് ഈ കാണുന്നതൊക്കെ. ഈ സൈഡിൽ നമുക്ക് ഇഷ്ടം പോലെ ആനകളും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. ഇനി എന്തായാലും നല്ലൊരു യാത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു ചുരമാണ് ആക്ച്വലി നമ്മുടെ ഈ ഒരു നാടുകാണി വൈക്കടവ് നാടുകാണി റൂട്ട് എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ കാണാം ആ ഒരു മുളകളൊക്കെ മറിഞ്ഞു വീണിട്ടുണ്ട്. ചിലപ്പോൾ കാറ്റടിക്കുമ്പോൾ മഴക്കൊക്കെ അനുസരിച്ച് ഓരോ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ മാറ്റം വരുന്നതാണ്. നല്ല അടിപൊളി വ്യൂ കിട്ടുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് സ്ഥലങ്ങളാണ് ഈ ഒരു മുളങ്കാടുകളും കാര്യങ്ങളൊക്കെ. നമ്മുടെ വെഹിക്കിളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ സുഹൃത്തും അവിടെ ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്ര എന്ന് പറയുന്നത് ഈ ചുരം കയറി പോകുന്ന, അതുപോലെ തന്നെ കാട്ടിലൂടെയുള്ള ട്രെക്കിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആക്ച്വലി ഇത് നല്ല ചൂടുള്ള ടൈമിലാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇത് നല്ലൊരു മഴക്കാലത്ത് വന്നാൽ ഇതിൽ കിട്ടുന്ന ഒരു ഫീല് വേറെയാണ്. കാരണം ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലുള്ള കോടകളൊക്കെ നമുക്ക് ഇവിടെ വരുന്നുണ്ടാവും. ഇവ നല്ലൊരു ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട റൂട്ടാണ്. നമ്മളിത് മുമ്പ് ഈ ഒരു റൂട്ടിൽ വന്നിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ചാനൽ നോക്കിയാൽ കാണാം. ഇവിടെയൊക്കെ എനി ടൈം നമുക്ക് ആനകളെ കാണാൻ പറ്റും രാത്രികളിലൊക്കെ. പക്ഷേ എന്തോ നമുക്ക് ഒരു ആനയെ ഒരു മൃഗത്തെ നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടില്ല. അത് വേറൊരു കാര്യം. പിന്നെ നമ്മളിപ്പോൾ കയറുന്ന നേരം അങ്ങനെ വലിയ വാഹനങ്ങളൊന്നും വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ചില നേരത്തെ നല്ല ബ്ലോക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ഏരിയ കൂടിയാണ് നമ്മുടെ ഈ ഒരു നാടുകാണി ചുരം. കാരണം കേരളത്തിലേക്കുള്ള ഒട്ടുമിക്ക എല്ലാ ചരക്ക് കാര്യങ്ങളൊക്കെ, അതായത് നമ്മുടെ കർണാടക അതുപോലെ തന്നെ തമിഴ്നാട്ടിലൊക്കെ നമ്മുടെ പഴം പച്ചക്കറി വർഗ്ഗങ്ങളൊക്കെ വരുന്നത് നമ്മുടെ ഈ ഒരു തമിഴ്നാട് കർണാടകയിൽ നിന്നാണ്. അത് എല്ലാം കേരളത്തിലേക്ക് വരാനുള്ള ഏക ഒരു റോഡ് കൂടിയാണ് നമ്മുടെ ഈ ഒരു നാടുകാണി എന്ന് പറയുന്നത്. ഈ വരുന്ന വഴിക്കാണ് നമ്മൾ ഈ ഒരു കാഴ്ച കാണുന്നത്. അത് അത്രയും വലിയ ആ ഒരു കല്ല്, ആ ഒരു പാറ, ഈ ചെറിയൊരു പാറയുടെ ആ ഒരു പവറിലാണ് നിൽക്കുന്നത്. പൊട്ടി പോന്നിട്ടുണ്ട്. എന്നാലും ഇതൊക്കെ ഓരോ അത്ഭുതങ്ങളാണ് ഇതൊക്കെ. അവിടെ കുറേ പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, വേറെ കാര്യം. പക്ഷെ അതൊരു സംഭവമാണ്. പിന്നെ അതിൽ തന്നെ ഇപ്പോൾ ഈ മരത്തിൻ്റെ ചില്ലകളും കാര്യങ്ങളൊക്കെ കയറിയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ ഇവിടെ സാധനം കണ്ടോ, രക്ഷകൻ. സത്യം പറഞ്ഞ രക്ഷകൻ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഈ ഒരു ചെറിയ കല്ലിനെ. ഇവിടെ നമ്മൾ കൂടുതൽ നീലഗിരി നാടുകാണി കത്തിന് മുമ്പ് നമസ്കരിക്കാൻ വേണ്ടി കയറി. ഇവിടെ എന്താ അറിയില്ല, ഇവിടെ എപ്പോഴും ഈ ഒരു വെള്ളത്തിന് നല്ല തണുപ്പേ കയറി. ഇവിടുത്തെ വെള്ളത്തിന് ഒരു സൈഡാക്കി നല്ലൊരു ഏലക്ക ചായയും ഒരു പരിപ്പ് വടയും. നമ്മൾ ഇവിടുന്ന് കാലിക്കറ്റ് റൂട്ടിലേക്കാണ് പോകുന്നത്.
ഗൂഡല്ലൂർക്ക് 11 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. നമ്മൾ ചെക്ക് പോസ്റ്റിൻ്റെ ഏകദേശം ആ ഒരു സൈഡിൽ തന്നെയാണ് ഈ ഒരു ചായക്കട. നമ്മൾ സ്ഥിരം ചായക്കടയാണ്. ഇപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ നമ്മുടെ ദേവാല അട്ടി റൂട്ടിലാണുള്ളത്. നല്ല ചൂടുണ്ട്. ഏകദേശം 2 മണിയായി. നല്ല ചൂട് ക്ലൈമറ്റാണ്. പക്ഷെ എന്നാലും ചെറിയൊരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ആ സൈഡിലൊക്കെ നമുക്ക് മലക്ക് മേലെ കോടകളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നല്ല വെയിലുള്ളതുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊന്നും കയറി പോകാൻ കഴിയില്ല. ഇവിടെ ഫോട്ടോഷൂട്ട് എല്ലാം നടക്കുന്നുണ്ട്. അവിടെ കുറച്ച് മലകളൊക്കെ കാണാം. പക്ഷേ ഇന്നെന്താ നല്ല തെളിഞ്ഞ അന്തരീക്ഷം ആയതുകൊണ്ട് തെളിഞ്ഞെന്ന് ഇവിടെ വെയിലുണ്ട്, മയക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താവും എന്നുള്ളത് ഇനി കുറച്ച് കഴിഞ്ഞാലേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. നല്ല കാറ്റടിക്കുന്നുണ്ട്. നല്ല കാറ്റാണ്, അത്യാവശ്യം തിരക്കുള്ള നല്ല കാറ്റാണ്. അതുകൊണ്ടാണ് നമുക്കല്ലാതെ ആ ഒരു ചൂട് അറിയാത്തത്. കണ്ണൊക്കെ നല്ല രീതിയിൽ മങ്ങിപ്പോകുന്നുണ്ട്. അമ്മാതിരി വെയിലുണ്ട്. എന്താണെന്ന് വെച്ചാൽ തെളിഞ്ഞൊരു അന്തരീക്ഷം ഈ സൈഡിലൊക്കെ നമുക്ക് കാണാം. ആ സൈഡിലൊക്കെ നോക്കുമ്പോൾ അവിടെയൊക്കെ മേഘങ്ങൾ മൂടി വരുന്നുണ്ട്. പക്ഷെ ചെറിയൊരു മങ്ങൽ പോലുള്ളൊരു ക്ലൈമറ്റ് അറ്റ്മോസ്ഫിയറാണ് ഇപ്പോൾ നമുക്കിവിടെ കാണുന്നത്. നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. ഒരുപാട് ആളുകളൊക്കെ വന്ന് ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണുന്നുണ്ട്. ഞാനിവിടെ നമ്മൾ വട്ടം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ, ഇവിടെ കയറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവിടെ കയറി പോകാൻ പറ്റിയൊരു സിറ്റുവേഷൻ ആണ്. എന്നാലും പക്ഷെ നമ്മൾ പോകണില്ല. പക്ഷേ എന്താ പറയുക, ഇപ്പോൾ പോയാലും നമ്മൾ തളർന്നു പോകും. ആ ഒരു സിറ്റുവേഷനാണ്. കാരണം അമ്മാതിരി വെയിലിപ്പോൾ നമുക്കിവിടെ കാണുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു പച്ചപ്പും ഈ കുറച്ച് മരങ്ങളും അതിൻ്റെ ആ ഒരു ആംബിയൻസും പിന്നെ നീല കളറിൽ നമ്മളെ ആകാശമൊക്കെ കാണുമ്പോൾ ഒരു രസമാണ്. കുറച്ചുകൂടി ചെറിയൊരു ചാറ്റലുമായ ചെറിയ കോടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാവും. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു മൊട്ടക്കുന്നത്തിൻ്റെ തൊട്ടുമുമ്പുള്ള ഈ ഒരു സിംഗിൾ റോഡാണ്. ഈ റോഡിന് 2 സൈഡിൽ നമുക്കിവിടെ വരകളും കാര്യങ്ങളൊക്കെ കാണാം. ആൻഡ് ഇവിടെ ഒരുപാട് പേര് ഫോട്ടോഷൂട്ടിനായിട്ട് വരാറുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ഊട്ടി അല്ലാണ്ടെങ്കിൽ മൈസൂരൊക്കെ പോകാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റോഡിൽ എന്തായാലും നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ്. നമ്മളിപ്പോൾ നമ്മുടെ ആ റൂട്ടിൽ വന്നിട്ടിപ്പോൾ ദേവാല വഴി സുൽത്താൻ ബത്തേരിക്കുള്ള ആ ഒരു റൂട്ടിലാണ്. ഇവിടെ നിന്നൊക്കെ കാണാൻ നല്ല വലിയ ഒരു കൊക്കയാണ്. ഏകദേശം ഇപ്പോൾ നമ്മൾ ഈ നേരെ കാണുന്ന മലയുടെ അതേ ഹൈറ്റിൽ തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നല്ല ഒരു റോഡും കാര്യങ്ങളൊക്കെ തന്നെ, ഒരു വലിയ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. ഫുൾ നല്ല റബ്ബറൈസ്ഡ് നല്ല റോഡുകളാണ്. ആ ഒരു മലയിൽ ആ ഒരു റോഡ് കണ്ടോ, ഒരു സിക്സാക്ക് പോലെ ഇങ്ങനെ പോകുന്ന ആ ഒരു റോഡൊക്കെ നമുക്കവിടെ കാണാം. ആ ഒരു കാടിൻ്റെ ആ ഒരു പ്രതീതി വെച്ചുകൊണ്ട് ആ ഒരു ചീവീടുകളുടെ സൗണ്ടൊക്കെ നല്ലോണം ഇവിടെ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇത് കോടം കൂടെയുള്ള ടൈമാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ വേറെ വൈബായിരിക്കും. പിന്നെ നമ്മൾ യാത്ര വീണ്ടും തുടരുകയാണ്. നമ്മൾ അവിടെ പന്തല്ലൂർ ടൗണ്, നമ്മുടെ മഞ്ചേരി പന്തല്ലൂരുണ്ട്, അതായത് പാണ്ടിക്കാട് സൈഡിൽ. അതല്ല, ഇത് വേറെ പന്തല്ലൂര്. അതൊരു തിരക്കില്ലാത്ത ചെറിയൊരു ടൗണാണ്. നല്ലൊരു അടിപൊളി റോഡാണ്. വെയിൽ കുറച്ച് പ്രശ്നമുണ്ടെന്നുള്ളൂ. പക്ഷെ എന്നാലും അല്ലാതെ ഏൽക്കുന്നുണ്ടോ ചോദിച്ചാൽ ചെറുതായിട്ട് ഏൽക്കുന്നുണ്ട്. ഇപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് ആണ്. അയ്യോ, റോഡ് അടിപൊളിയാണ്. കാണുന്ന കാഴ്ചകൾ അടിപൊളിയാണ്. മഴക്കാലത്തും കൂടി ഒരു വരവ് കൂടി വരേണ്ടി വരും. അപ്പൊ ഇനി അങ്ങോട്ട് നമ്മളൊരു കാട്ടിലൂടെ ഉള്ള കുറച്ച് യാത്രകളാണ്. ഇവിടുന്ന് 38 കിലോമീറ്റർ ആണ് ഇവിടുന്ന് വൈത്തിരിക്ക് കാണിച്ചത്. നല്ലൊരു
റോഡ്. ഞാൻ എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ റോഡിൽ വരുന്നത്. ഇതുവരെ ഞാൻ ഈ റോഡിൽ വന്നിട്ടില്ല. അപ്പൊ എന്തായാലും നല്ലൊരു ക്ലൈമറ്റ് ആണ് ഇപ്പൊ നമ്മളിപ്പോ പോണത്. ഇനിയൊരു കോട അല്ലെങ്കിൽ മഴക്കാലത്തൊക്കെ എന്തായാലും വരണം. റോഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പെർഫെക്റ്റ് കണ്ടീഷനിലുള്ള നല്ല റോഡുകളാണ്. ഒരു പ്രശ്നമല്ല, ഫുൾ ഓപ്പറേഷന്. ഇപ്പൊ അടുത്ത് പണി കഴിഞ്ഞതുപോലെ ഉണ്ട് ഈ റോഡ്. ഞാൻ ആദ്യമായിട്ട് വരികയാണ്, എനിക്കറിയില്ല. നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ട് വരികയായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റൂല. പക്ഷെ പറഞ്ഞ ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണും. ഇവിടെ തേയില എസ്റ്റേറ്റുകൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഈ സൈഡില് കുറച്ച് ഹോളോ ബ്രിക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ചിലപ്പം മണ്ണൊക്കെ അടിയുന്ന സ്ഥലമായിരിക്കും. ഇപ്പൊ നല്ല വെയിലുള്ളത് കൊണ്ടാണ് കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്, ചൂടുമുണ്ട്. പിന്നെ ഇവിടെ അങ്ങോട്ട് ഫുള്ള് ഈ ഒരു കാഴ്ചകളാണ്. അതായത് വെറും തേയിലത്തോട്ടങ്ങൾ, രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങള്, ചെറിയ ചെറിയ ഗ്രാമങ്ങള്. അതൊക്കെ നമുക്കിനി അങ്ങോട്ടുള്ള കുറച്ച് കാഴ്ചകള്. അടിപൊളി സ്ഥലത്ത് കൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ദേവാർശോലേക്ക് ഇവിടുന്ന് 23 കിലോമീറ്റർ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ്. എന്തായാലും വരണം. വലിയ അങ്ങനെ തിരക്കുകളോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടികളൊക്കെ വളരെ കുറവാണ്. നമ്മുടെ ആ ഒരു കാര്യങ്ങളൊക്കെ കൂടെ കാണാൻ കഴിയും. വാട്ടർ ടാങ്ക് ചെറിയൊരു അമ്പലം കാണാം. അപ്പൊ നമ്മളിങ്ങനെ കാട്ടവയലിലേക്കുള്ള ഒരു യാത്രയിലാണ്. ഒരു നല്ല ഒരു ചെറിയൊരു കാട് പോലെ ഒരു അന്തരീക്ഷം നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ വെള്ളേരി എന്ന സ്ഥലത്ത് എത്തി. ഇനി ഇവിടുന്ന് 2-3 കിലോമീറ്റർ കൂടിയുണ്ട് നമ്മുടെ ആ കാട്ടവയലിലേക്ക്. ഈ യാത്രയില് എവിടെ നല്ലൊരു ഈ യാത്ര നമുക്ക് എലിഫന്റ് ക്രോസിംഗ് സോണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ യാത്ര നമുക്ക് എവിടെയും ഒരു ബ്ലോക്കോ കാര്യങ്ങളോ ഒരു ഇതൊന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ ഒരു മോശപ്പെട്ട റോഡും നമുക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. നമ്മളെ കേരള തമിഴ്നാട് ബോർഡറിൽ കുറച്ച് സ്ഥലം വെച്ച് ബാക്കിയൊക്കെ നല്ല പെർഫെക്റ്റ് റോഡുകളാണ്. ഇതൊക്കെ ഈ റോഡുകളൊക്കെ എനിക്ക് തോന്നുന്നു അധികം ആരും വാഹനങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയ ആണ്. പക്ഷെ എന്തായാലും അവിടെ ഒരു ചക്ക വെറുതെ കിടക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ എലിഫന്റ് ക്രോസിംഗ് സോൺ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇനി ഒരു 3-4 കിലോമീറ്റർ കൂടി കഴിഞ്ഞ് നമ്മള് പാട്ടവയലിലേക്ക് കടക്കുക. പിന്നെ അവിടുന്ന് ചെറിയൊരു കാട്ടിലൂടെ നമ്മൾ നേരെ സുൽത്താൻ ബത്തേരി. ഞാൻ വിചാരിച്ചിരുന്നത് ആക്ച്വലി നമ്മുടെ നാടുകാണി ടു ആ ബത്തേരിയിലോട്ട് പോയിരുന്നെങ്കിൽ വേറെ കുറച്ചൊരു എക്സ്പീരിയൻസ്, നല്ലൊരു കാടും ഉള്ളൊരു എക്സ്പീരിയൻസ് കിട്ടുമായിരുന്നു. എന്തായാലും നമ്മള് ആരും പോവാത്ത, എത്തിപ്പെടാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പൊ അതിലൂടെ ജസ്റ്റ് ഒന്ന് യാത്ര ചെയ്തു എന്നുള്ളൂ. അപ്പൊ നമ്മളങ്ങനെ ദേവാർഷോയിലെത്തി. അവിടുന്ന് ചെക്കോല തൊട്ടപ്പുറത്ത് നമ്മള് വീണ്ടും കേരളത്തിലേക്ക് കടന്ന് ഇനി അങ്ങനെ സുൽത്താൻ ബത്തേരിയിലേക്കുള്ള യാത്രയിലാണ്. നമ്മൾ പിന്നെ 15 കിലോമീറ്ററേ ഉള്ളൂ. ബത്തേരി 14 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. എന്താ പറയില്ല, കാടിലേക്ക് എത്തിയപ്പോ വേറൊരു ഫീലാണ്. ചെറിയൊരു തണുപ്പ് ഉണ്ട്. പക്ഷെ വെയിലും അല്ലാതെ അങ്ങോട്ട് ഈ ഒരു കാടിനുള്ളിലേക്ക് എത്താത്തത് കൊണ്ട് നല്ലൊരു അന്തരീക്ഷം, നല്ലൊരു ഡ്രൈവും ഉണ്ട്. ഈ ഒരു സൈഡിലാണ് നമുക്കിപ്പോ കാടുകളൊക്കെ കാണുന്നത്. മറ്റേ സൈഡിലേക്ക് ചെറിയ ചെറിയ താമസങ്ങളും വീടുകളും പിന്നെ പ്ലാന്റേഷൻസ് എല്ലാം കാണുന്നുണ്ട്.
മൃഗങ്ങളെ ഒന്നും കണ്ടിട്ടില്ല. ആകെ ഒന്ന് കണ്ടത് കുറച്ച് കുരങ്ങന്മാരെ മാത്രമാണ്. വേറെ ഒന്നും നമ്മളൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ വീണ്ടും നമ്മൾ വയനാട്ടിലെത്തി. നമ്മുടെ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലക്കിടി വ്യൂ പോയിന്റിലേക്കുള്ള ആളുകളൊക്കെ അവിടെ ആ വ്യൂ പോയിന്റിൽ നിന്ന് തിരിച്ച് നടന്നു വരുന്നതൊക്കെ കാണാം. അത്യാവശ്യം നല്ല വാഹനങ്ങൾ ഓൾറെഡി ആ ചുരത്തമ്മിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ. എനിക്ക് തോന്നുന്നു ഞാനും ആദ്യമായിട്ടാണ് ഇത്രയും നല്ല രീതിയിൽ നല്ല തെളിഞ്ഞിട്ട് ആ ഒരു അടിവാരം ഭാഗം കംപ്ലീറ്റ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് ജസ്റ്റ് മിനിറ്റ് നമുക്കൊന്ന് കണ്ടുവരാം. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആദ്യമായിട്ടാണ് അത്ര ക്ലിയറിൽ നമ്മൾ ഈ ഒരു അടിവാരം ഈ മലകളൊക്കെ കാണുന്നത്. നമുക്ക് മേലെ കാണാം കോടൊക്കെ മൂടി വരുന്നത്, അതായത് മേഘം മൂടി വരുന്ന ആ ഒരു ക്ലൈമറ്റാണ്. താഴെ ഭാഗത്തൊക്കെ നല്ല തെളിച്ചുണ്ട്, സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന ഒരു നേരമാണ്. അവിടെയൊക്കെ ഒരുപാട് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് താഴത്തൂടെ പോകുന്നുണ്ട്. ഇവിടുത്തെ റോഡുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ അതുപോലെ നാടുകാണി ചുരം നമുക്ക് അവിടെ കാണുന്നുണ്ട്. ഒരുപാട് നേരം നമ്മളവിടെ വെഹിക്കിൾ ഒന്നും നിർത്തിയില്ല, നമ്മൾ നേരെ തിരിച്ചിറങ്ങുകയാണ്. കാരണം നമ്മൾ 11 മണിക്കാണ് നമ്മൾ തിരിച്ച് കയറിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വൈകുന്നേരം 5:30 മണിയാകുമ്പോഴാണ് നമ്മൾ തിരിച്ചിറങ്ങാൻ തുടങ്ങിയത്. ഞാൻ ഇവിടെ എത്തിയപ്പോഴാണ് ഒരു മഴയൊക്കെ പെയ്ത ആ ഒരു ഫീല്, കാരണം റോഡൊക്കെ നനഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ തിരിച്ചിറങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല് അത് വേറെ തന്നെയാണ്. കാരണം ചെവി അടഞ്ഞു, അത് മറ്റൊരു കാര്യം. കാരണം ഓൾറെഡി നല്ല ജലദോഷം കഫക്കെട്ടൊക്കെ ആയിട്ടാണ് നമ്മൾ യാത്ര തുടങ്ങിയത്. ഞാനത് കുറച്ച് കൂടി എന്നല്ലാതെ വേറെ കാര്യമൊന്നും ഉണ്ടായില്ല. നല്ല രീതിയിൽ ചെവി അടഞ്ഞിട്ട് സൗണ്ടും കാര്യങ്ങളൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ KSRTC ഈ ഒരു പച്ചപ്പിലൂടെ പോകുന്നത് കാണാൻ തന്നെ വേറെ രസമാണ്. ഒരുപാട് വാഹനങ്ങൾ തിരിച്ച് മേലേക്ക് കയറി വരുന്നുണ്ട്, അതിനനുസരിച്ച് ബ്ലോക്കും അവിടെ ഉണ്ടായിരുന്നു. അത് നമ്മളങ്ങനെ അവസാനം നമ്മുടെ വയനാട് ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കണം. അത്യാവശ്യം നല്ല ബ്ലോക്കും കാര്യങ്ങളുണ്ട്. നല്ല ബ്ലോക്കിന്റെ തന്നെ നല്ല ബ്ലോക്കുണ്ട്. പിന്നെ ഈ ബൈക്കാവുമ്പോഴുള്ള സുഖം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂളായിട്ട് ഇറങ്ങി വരാൻ പറ്റും. ബൈക്കാവുമ്പോൾ കാറിന്റെ പോലെയല്ല, കയറി പോകാനുള്ള ഗ്യാപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ബ്ലോക്കിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നുണ്ടാവും. നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ അവസാനിക്കാൻ പോവാണ്. ആക്ച്വലി നമ്മുടെ യാത്ര തുടങ്ങിയിരുന്നത് നമ്മളെ നാടുകാണി ചുരത്തുനിന്നായിരുന്നു. ഞാനിപ്പോൾ ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കാൻ പോകുന്നത് താമരശ്ശേരി നാളെ വയനാട് ചുരത്തുമെന്നാണ്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഏകദേശം ഒരു 250 അടുത്ത് 1 കിലോമീറ്റർ റേഞ്ച് നമ്മളിപ്പോൾ ഓൾറെഡി കവർ ചെയ്തു. ടോട്ടൽ കവറേജ് ചെയ്യുന്ന അത്രത്തോളം ഉണ്ടാവും. നമ്മൾ വന്നത് എന്താ വെച്ചാൽ നമ്മുടെ നാടുകാണിയിൽ നിന്ന് നമ്മുടെ ആ ഒരു ദേവാല അങ്ങനെ പോയി, പിന്നെ പാട്ടാവിൽ കയറി സുൽത്താൻ ബത്തേരി പോയി, അവിടെ നേരെ തിരിച്ചിപ്പോൾ ഇറങ്ങിയിട്ടാണ്. ഇത് നേരെ അരീക്കോട് അങ്ങനെയാണ് തിരിച്ച് പോമുക്കം അരീക്കോട് ആയിരിക്കും തിരിച്ചു പോവുക. അല്ലെങ്കിലും ബൈക്കിലോ കാറിലൊക്കെ നമുക്ക് പോകാൻ യാത്ര ചെയ്യാൻ പറ്റിയ നല്ലൊരു ക്ലൈമറ്റ് ആണ്, നല്ലൊരു റൂട്ടാണ് ഈ ഒരു നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു റൂട്ട് എന്ന് പറയാൻ. പിന്നെ അത്യാവശ്യം തിരക്കുള്ള നല്ലൊരു ബ്ലോക്ക് ഇപ്പോൾ ഈ ചുരത്തുമ്പോൾ കാണുന്നുണ്ട്. ഈ കണ്ണൊക്കെ ആകെ പോയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോഴാണ് കുറച്ചും കൂടി ഒരു നല്ലൊരു ഇരുട്ടും ഫീൽഡും കാര്യങ്ങളൊക്കെ, കാരണം ഒരു മഴയൊക്കെ പെയ്തുള്ള ഒരു നേരമാണ് ഇവിടെ. അത് ഈ ക്യാമറ ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതായാലും സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുക. ആക്ച്വലി ചെവിയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും വരും. സോ until we meet again, bye bye.